ഇറാനെതിരെയുള്ള ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചും ഇറാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം കമ്മിറ്റി പറവൂരിൽ പ്രകടനം നടത്തി. പറവൂർ മണ്ഡലം സെക്രട്ടറി OA നാസർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KY ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് KK അബ്ദുൽ അസീസ്, പറവൂർ ഷറഫ് ഇമാം, SM സൈനുദ്ദീൻ, ഫജ്റു സാദിഖ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടായാലും അതുപോലെ തന്നെ അതിന് അമേരിക്ക കൊടുക്കുന്ന പിന്തുണയായാലും അവസാനം ചെന്നെത്തുന്നത് ഈ എപ്സ്റ്റീൻ ഫയലിന്റെ മറുകരയിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ലോകം അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സൈനിസ്റ്റ് ഭീകരത അത് ഇറാനിലെ 4-5 വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ 150ഓളം കുട്ടികളെ പരലോകത്തേക്ക് അയക്കുവാൻ സൈനിസ്റ്റ് ഭീകരർക്ക് സാധിച്ചുവെങ്കിൽ മനുഷ്യത്വം എന്താണെന്നോ മനുഷ്യന്റെ വികാരങ്ങൾ എന്താണെന്നോ അത് തൊട്ടു തീണ്ടാത്ത ഒരു ഭരണകൂടമാണ് സൈനിസം എന്നത് അതിന്റെ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇന്നോളമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ ഫലസ്തീനിന്റെ മണ്ണിൽ യുദ്ധക്കെടുതികൾ വരുത്തിവെച്ച് നമ്മളിപ്പോഴും വേദനയോടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇറാന്റെ മണ്ണിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ കടന്നുകയറി US-ന്റെ സഹായത്താൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. 150-ലധികം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ് അവർ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പരമോന്നതമായ നേതാക്കളെയെല്ലാം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്ര അധികം ഭീകരത കാണിക്കുന്ന രാഷ്ട്രം US-ഉം ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെ നമ്മുടെ നാട്ടിൽ ഇതിന് എന്ത് പ്രസക്തി, നാം എന്തിന് ഇത് തെരുവിൽ വിഷയമാക്കണം, ഒച്ചയുണ്ടാക്കണം എന്ന് ചോദിക്കുന്നവർക്ക് അത് മറുപടി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് വരെ, നമ്മുടെ വീട്ടിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുവാൻ മാത്രം പോകുന്ന അത്രമാത്രം ദൂരവ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു വലിയ യുദ്ധക്കെടുതിയിലേക്കാണ് ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ യാങ്കി സയനിസ്റ്റ് ഭീകരത മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ ഭീകരവും രൗദ്രവുമായ ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ